അസ്സലാമു ഗായ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നെയ്യടയാണ് കേട്ടോ. നെയ്യടയ്ക്ക് നമ്മൾ 2 ബാറ്റർ പ്രിപ്പയർ ചെയ്യാനായിട്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ഫില്ലിങ്ങും കൂടി റെഡിയാക്കി എടുക്കാനാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ ആദ്യം തന്നെ കുനുകുന അരിഞ്ഞിട്ടുള്ള ഉള്ളി, അതുപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിച്ചപ്പ്, ഇതൊക്കെ വേണം കേട്ടോ. പിന്നെ ഉപ്പും അതേപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് പൊരിച്ച് വെച്ച ചിക്കനാണ്. ഒരു ചിക്കൻ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. ആ ഒരു ഫ്രൈ പാനിലോട്ട് തന്നെ ഞാൻ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും മല്ലിച്ചപ്പും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. അത് നന്നായിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോൾ നന്നായിട്ട് വഴറ്റാം കേട്ടോ. അത് നന്നായിട്ടൊരു ബ്രൗൺ കളറിലാകുന്ന സമയത്ത് കുറച്ച് ഗരം മസാല പൗഡർ, ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ, അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ഇട്ട് ജസ്റ്റ് ഒന്ന് കുക്കാകുമ്പം തന്നെ അതിൽ നമ്മൾ ആ ഒരു ചിക്കൻ ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റുക. ഇത് നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ഫില്ലിങ്ങാണ് നമുക്ക് റെഡിയാക്കി വെക്കേണ്ടത്. അല്ലാണ്ട് ഓയിലി ആയിട്ടുള്ളതല്ല, ഡ്രൈ ആയിട്ടാണ്. അതുകൊണ്ട് നന്നായിട്ട് വഴറ്റുക കേട്ടോ. നന്നായിട്ട് തന്നെ അത് വഴറ്റി അതൊരു സൈഡിൽ മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്കൊരു ബാറ്റർ വേണം. മൈദേൻ്റെ ബാറ്ററാണ്. അതിന് വേണ്ട സാധനങ്ങൾ: 1 കപ്പ് മൈദ, 1/2 കപ്പ് പാല്, പിന്നെ കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അധികം കട്ടിയും അധികം ലൂസും ഇല്ലാത്തൊരു ബാറ്റർ റെഡിയാക്കി വെക്കുക. പിന്നെ നെക്സ്റ്റ് ബാറ്റർ വേണ്ടത് ഒരു എഗ്ഗിൻ്റെ ബാറ്ററാണ്. അതിന് നമുക്ക് 4 കോഴിമുട്ട വേണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട്, കുറച്ച് ഉപ്പ്, 3 ഏലക്ക. അതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. മഞ്ഞൾപ്പൊടി കുറച്ച് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ആ ഒരു 3 ഏലക്ക ഉണ്ടല്ലോ, ആ 3 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് 2 ബാറ്ററാണ്. നമ്മൾ ഒരു സൈഡ് മൈദേൻ്റെ ബാറ്റർ റെഡിയാക്കി വെച്ചു. നെക്സ്റ്റ് നമ്മൾ മുട്ടേൻ്റെ ബാറ്ററും കൂടി റെഡിയാക്കി വെക്കാം. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അതായത് നമ്മൾ ഏലക്കായൊക്കെ ഇട്ടതുകൊണ്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അതിൻ്റെ കുരുവൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് നന്നായി അരിച്ചിട്ട് അതവിടെ ഒരു സൈഡ് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്കൊരു സ്റ്റീലിൻ്റെ ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക. അതിൽ നന്നായിട്ട് പശു നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് പശു നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എല്ലാ ഭാഗത്തോട്ടും ബ്രഷ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതുപോലത്തെ ഒരു ആവിപാത്രം എടുക്കുക. ഇതില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലൊരു സ്റ്റാൻഡെങ്ങാനും വെച്ച് കൊടുത്തിട്ട് ആ പാത്രം അതിലോട്ട് ഇറക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ആ ഒരു പാത്രം ചൂടാകുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ മൈദേൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. മൈദേൻ്റെ ബാറ്റർ ഒഴിച്ചിട്ട് കുറച്ച് നേരം അതൊന്ന് മൂടി വെക്കുക. അത് മൂടി വെക്കുന്നത് എന്താ വെച്ചാൽ അതൊന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് അത് കുക്കായിട്ട് വരും. നമ്മുടെ സൈഡിൽ കുറച്ച് പശു നെയ്യ് മെൽറ്റ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മുടെ ബാറ്ററും അതുപോലെ തന്നെ ഫില്ലിങ്ങും ഒക്കെ അവിടെ വെക്കണം കേട്ടോ. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അത് കുക്കായിട്ടുണ്ട്. കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പരിപാടി എന്നുള്ളത് നമ്മൾ ആ ഒരു പശു നെയ്യ് ഉണ്ടല്ലോ മെൽറ്റ് ചെയ്ത് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അത് എല്ലാ ലെയറിലും ഇതുപോലെ ബ്രഷ് ചെയ്യണം കേട്ടോ. നമ്മൾ ഓരോ ലെയർ ഒഴിക്കുന്നതിനനുസരിച്ച് ഇതുപോലെ ബ്രഷ് ചെയ്യണം. നന്നായിട്ട് തന്നെ പശു നെയ്യ് എല്ലാ ഭാഗത്തോട്ടും ബ്രഷ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബ്രഷ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ ഒരു എഗ്ഗിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത് ഒഴിച്ചിട്ട് സാധാരണ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മൂടി വെക്കുക. മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇത് കുക്കായി കിട്ടാൻ വേണ്ടി 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഫില്ലിംഗ് ഒന്നും ഇട്ട് കൊടുത്തില്ല, 2 ബാറ്റർ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം സാധാരണ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നെയ്യ് നല്ലോണം ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നന്നായിട്ട് ബ്രഷ് ചെയ്യാം. എല്ലാ ഭാഗത്തോട്ടും എത്തണം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ആ മൈദേൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. മൈദേൻ്റെ ബാറ്റർ ഒഴിച്ച് വെയിറ്റ് ചെയ്യരുത്, അപ്പാടെ തന്നെ നമ്മൾ ആ ഒരു ഫില്ലിങ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളുടെ ആ ഒരു ചിക്കൻ്റെ ഫില്ലിങ് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ചിക്കൻ്റെ ഫില്ലിങ് നല്ല സ്പൈസി ആയിരിക്കണം. അതിൻ്റെ ആ ഒരു ടേസ്റ്റിലാണ് നമ്മളുടെ ഈ ഒരു നെയ്യട ഇരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മളൊരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും മൂടി വെക്കുക. ഇതുപോലെ തന്നെ നമ്മളടുത്ത് എത്രയാണോ ബാറ്റർ ഉള്ളത് അതേപോലെ തന്നെ നമ്മൾ എഗ്ഗിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം മൂടി വെക്കുക. അതേപോലെ തന്നെ ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് ബാക്കി വരുന്ന ആ ഒരു എഗ്ഗിൻ്റെ ബാറ്ററും അതേപോലെ തന്നെ മൈദേൻ്റെ ബാറ്ററും കൂടി ഒന്നിച്ച് മുകളിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 2 തവണ ഫില്ലിങ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിച്ചപ്പും ഇതുപോലെ തന്നെ കരിഞ്ജീരകം ഉണ്ടെങ്കിൽ അതെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കറുത്ത എള്ള എടുത്തിട്ട് ഇതുപോലെ ഗാർണിഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നിട്ട് കുറച്ച് നേരം ഇതുപോലെ മൂടി വെക്കുക. മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നെയ്യട റെഡിയാവും. അത് കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.